സോ പല കാഴ്ച നമ്മൾ നേരെ ഫ്രീ ഫയർ കയറാണ്. ഫ്രീ ഫയർ കയറി വന്നപ്പോൾ വേരിഫിക്കേഷൻ എന്നും പറഞ്ഞൊക്കെ എന്തൊക്കെയായിരുന്നു. പിന്നെ ആദ്യം ഞാൻ കോഡടിച്ചു കൊടുത്ത്, എന്നിട്ട് അത് കാണുന്നില്ല. ഞാൻ പിന്നെ കുറേ എന്നിട്ട് കോഡൊക്കെ അടിച്ചു കൊടുത്തു, എന്നിട്ട് കോഡ് വന്നില്ല. ജിമെയിലും കോഡൊക്കെ അടിച്ചു കൊടുത്തിട്ടും വെരിഫിക്കേഷൻ കോഡ് വന്നില്ല. അതുകൊണ്ട് ഞാൻ നൈസിന് കോഡ് വന്നാൽ നോക്കാൻ വേണ്ടി ഇതിലോട്ട് കയറി. അപ്പോൾ അവിടെയൊന്നും ഇല്ല, കോഡൊന്നും വന്നിട്ടില്ല. നേരെ ബേക്കറിങ് വീണ്ടും നോക്കി, ഇപ്പോഴും ഇല്ല. പിന്നെ വീണ്ടും കുറേ പ്രാവശ്യം നോക്കി, ഒരു ഇതില്ല. പിന്നെ അതാണെന്നും പറഞ്ഞ് ഒരു കോഡ് വന്നു. അതാണെന്നും പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അത് വല്ലോ സീനുള്ള കോഡാണെങ്കിലും പറഞ്ഞ് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ നേരെ മോൾക്ക് കയറി ആ അക്കൗണ്ട് എടുത്ത് നമ്മൾ കളിഞ്ഞ് കയറിപ്പോയി. അവിടെ വരില്ലെന്ന് വിചാരിച്ചോ. അപ്പോൾ വന്ന് നേരെ കയറി ടൈമസ്റ്റീരിയോയുടെ ഇവൻ്റ് വെക്കാൻ കയറി. ടൈമസ്റ്റീരിയോ ഇവൻ്റ് എന്നിട്ട് രണ്ടെണ്ണം റിമൂവ് ആക്കി കളഞ്ഞ് റിമൂവ് ആക്കി. ഇന്നുമല്ല ആൾട്ടോ നോക്കാൻ വേണ്ടി കയറി, ഒന്നുമില്ല. പിന്നെ ഒരു ഫ്രീ സ്പിൻ നടന്നു, അതെടുത്ത് സ്പിൻ ചെയ്തൊന്നും കിട്ടിയില്ല. നേരെ ഈവൻസിൽ കയറി. നമ്മൾ ആദ്യം മെയിലിൽ കയറി, അപ്പോൾ ഒന്നും കിട്ടിയില്ല. നേരെ നമ്മൾ ഈവൻസ് കിട്ടി. അപ്പോൾ ഒരു ഈവൻസ് ഇന്ത്യ ഓടി മുട്ടുകുത്തിയിരിക്കുന്ന ഇവൻ്റ് നേരെ എടുക്കണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഇവൻ്റെല്ലാം ക്ലെയിം ചെയ്തിട്ട് നേരെ അടുത്ത് കളിഞ്ഞു പോയി. കൺഗ്രാജുലേഷൻ, പരാഫലിൽ പെർമനൻ്റ് കളിച്ചായി. നേരെ അത് സ്പിൻ ചെയ്തിട്ട് നേരെ നമ്മൾ ക്ലാഷ് കോഡ് കളിക്കാൻ പോയി. ക്ലാഷ് കോഡ് ഈ ഇവൻ്റ് എടുക്കണം ഗൈസ്. വീണ്ടും ഇവൻ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സ്റ്റാർട്ട് കൊടുത്തിട്ട് ഫ്രണ്ട്സ് കിട്ടി. അപ്പോൾ തന്നെ കളി പോയി. ഫസ്റ്റ് തന്നെ ഒരു ഹെഡ്ഷോട്ട് ഇടുന്നുണ്ട്, 2 പേര് ഹെഡ്ഷോട്ട് ഇടുന്നുണ്ട്. നോക്കിക്കോ ഗൈസ്. എന്നിട്ട് അതിന് റേറ്റ് ചെയ്യണേ. പിന്നിപ്പം ഒരുത്തനാണ് ഈ ബോൺഫയർ ഇട്ടടുത്ത്. അപ്പം നമ്മളവിടെ കയറി കിടന്ന് കുറച്ച് കിടന്നിട്ട് ഞാൻ കിടന്നപ്പോൾ തന്നെ ആ പയ്യനും കിടന്നു. നമ്മൾ പോയി ആ വീട്ടിൻ്റെ അവിടെ പോയിരുന്നപ്പം ആരെയും കിട്ടിയില്ല. അടിക്കാൻ നോക്കി കിട്ടിയില്ല. ഐസിന് അവിടെ കയറി ഒരു കവറെടുത്ത് നിന്നിട്ട് അപ്പം തന്നെ തന്നെ റിവൈവ് ചെയ്ത് വിട്ടു. അവനെ ഞാൻ നോക്കി പോയപ്പോൾ അവൻ അപ്പുറത്തായിട്ട് വന്നു. എന്നിട്ട് അവന്മാർ 2 പേര് ഇറങ്ങി പോയി. അപ്പം ഞാൻ ഐസിന് പതുക്കെ മേലെ കയറി. അവിടെ പോയി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഐസിന് മേലെ കയറി ഒരുത്തൻ കണ്ടു. അവനൊരു വണ്ട പഠിക്കുമ്പം എങ്ങനെയാണ് ഐസ് ഇത് റേറ്റ് ചെയ്യാൻ പറയല്ലേ. ഒരുത്തൻ വരാൻ നേരത്ത് അവനൊരു 50 എടുത്തപ്പോൾ അവൻ വീണു. ലാസ്റ്റത്തെ ഒരുത്തന് ഇവനെ കില്ല് ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കുറേ ചേരം നിന്നപ്പം അവനും കയറി വന്നു. അപ്പോൾ കയറി ഒരാൾ
മേലിനാണ് ഗൈസ് നിന്നത്. ഞാൻ പോകുന്നുണ്ട്, നൈസിന് പോയി ഞാൻ നോക്കി, നടന്നില്ല. ഒരു ഹെഡ് ഷോട്ട് കൊടുത്ത് കളി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ അടുത്ത കളിയിലോട്ട് പോയി. അടുത്തതും പോയി. അടുത്തത് നമ്മളൊരു ഇതെടുത്തപ്പം ഇതെടുത്തു. പിന്നെ തോമസ് നേരെ ഇങ്ങോട്ട് സെൽഫിന് ഇങ്ങോട്ടൊക്കെ ഇട്ട് കാണിച്ചു. ശരി, നമ്മൾ നേരെ നമ്മൾ പോയി. ഇതെന്ത് ചെയ്യാൻ, ഇതെങ്ങനെയാണ് എന്ത് ചെയ്യും? കവർ ചെയ്യുന്നിട്ട് തന്നെ അടിച്ചു വയസ്സ്. ഒരുത്തനെ അടിക്കാൻ ഞാൻ നോക്കിയപ്പോൾ കവറിന്നിപ്പോൾ എനിക്ക് അടിക്കില്ല. കവർ ചെയ്തിട്ട് ഒരുത്തനെ അടിച്ചോണ്ടിരുന്നപ്പം അടി വന്നു. നല്ല അടി കിട്ടി. അത് സീനായിരുന്നു. പിന്നെ ഞാൻ നോക്കായി കടന്ന് ആരും വന്ന് റിവൈവ് ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ തന്നെ ചത്ത് ഗൈസ്. എത്ര ഇപ്പോൾ ടീമേറ്റ് പോയി ചത്ത് ഗൈസ്. നമ്മളൊരു ടീമേറ്റ് തന്നെ കളി എടുക്കുന്നുണ്ട്. ആ കളി എന്നാൽ റീപ്ലേ എടുത്ത് നോക്കിയപ്പോൾ അവൻ എങ്ങനെ അടിച്ചെന്തോ. പിന്നെ അവൻ സ്മോക്ക് ഇട്ടിട്ട് രണ്ടുപേരും അടിക്കുന്നു. നമ്മൾ രണ്ടുപേരും അവ എടുത്തിട്ടുണ്ട്. ഒരുത്തനെ എടുത്ത് ഒന്നും കഴിഞ്ഞ് വന്നപ്പം തന്നെ അടുത്തേനെടുത്ത്. ഇവ എവിടെ എത്തിയാണ്. പിന്നെ അവസാനം കുത്തിപ്പിടിച്ച് അങ്ങനെ രണ്ടാമത്തെ കളി എടുത്ത് മൂന്നാമത്തെ കളിയിലായിരുന്നു മൊത്തം സീൻ. നേരെ A90 സൈലൻസർ അടിച്ചിട്ട് A95 കൊടുത്തു. അതിലും കളിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ ഇതൊന്നും ലോക്കാവുന്ന പോലും ഇല്ല. നമ്മൾ പിന്നെ ബെസ്റ്റ് വാങ്ങാൻ തുടങ്ങി, അത് നടന്നില്ല. ലോസ് ഇട്ട് തന്നെ ഒരുത്ത അടിച്ചെങ്കിലും ഗൈസ്. A94 ഒട്ടും എയിം കയറുന്നില്ല. ഒരുത്തനെ അടിക്കാൻ നോക്കുന്നൊന്നും നടന്നില്ല. ഒരുത്തെന്താ ഓടി വന്നു. പാൻ ഞാൻ നൈസിനേറെ അടിക്കാന്ന് പറഞ്ഞപ്പോൾ എയിമൊന്നും ലോക്കാവില്ല. തോമസ് ഇട്ട് കുത്താന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ തലമുണ്ട് അടിച്ചത് പൊട്ടിച്ചു. അവൻ വന്ന് ഫിനിഷാക്കി. ഇവനാണെങ്കിൽ ഓൻ കിട്ടാനെ കുത്തിയാൻ നടത്തി. അവൻ ഫിനിഷ് ചെയ്ത് കേസ്. അടുത്തവനൊത്തിട്ട് അവനും കുത്തി നടത്തി. 3 പേരുണ്ടായിട്ട് ഈ കളി എടുക്കുന്നുണ്ട് കേസ്. എന്ത് ചെയ്യാൻ, എനിക്ക് മാത്രം യുവമാരെ കിട്ടുന്നു. ഇപ്പോൾ എല്ലാവരും യുവമാരെ കേസ്, എല്ലാവരും. ഇവനെ ബോട്ടുകളായി എനിക്ക് കിട്ടുന്നത്. ഇപ്പം ഒരു പ്ലെയറിനെ പോലും കിട്ടുന്നില്ല കേസ്. അങ്ങനെ ഒരു ഇമോജിയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് അവന്മാരെ അടിച്ചങ്ങ് കൊല്ലാൻ. ആ കളി അവന്മാരെ എടുക്കും. ഇപ്പോഴാണ് ഗ്യാസ് ഞാൻ ഒരു 3 ആൾക്കാരെ കൊന്നു ഗ്യാസ്. എന്നിട്ടും ഇതായില്ല. നിങ്ങൾ റേറ്റ് ചെയ്യാൻ പറയല്ലേ. അപ്പോൾ അതിൻ്റെ റിവെഞ്ച് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കളി എല്ലാവരും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതും നടന്നില്ല. നമ്മൾ എന്തായാലും നോക്കിയിട്ട് പറയാം. ചുറ്റിയിലടിച്ചിട്ട് ഏനെടുത്തപ്പം
പോകെടുത്തപ്പം ഇതാവുന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയി ഏളേൻ്റെ അടുത്ത് കളിച്ച് ഇപ്പം അവനെ ഒരു അടിച്ച് പകുതി ഡാമേജാക്കി. പിന്നെ നൈസിന് കവർ കിട്ടും ബെഡ് അടിച്ച്. അപ്പോഴവ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത് പിന്നെ അപ്പുറത്തെ വഴി കയറാമെന്ന് പറഞ്ഞു. അപ്പുറത്തെ വഴി പതുക്കെ കയറാമെന്ന് പറഞ്ഞ് പതുക്കെ കയറി നൈസിന് ഇതുവഴി കയറിയിട്ട് ഇതുവഴിയാണ്. പിന്നെ അച്ഛൻ ചേർന്ന് പോയി. അവടുത്ത് നിൽപ്പുണ്ടായി. അവനെ കുത്തി ഇങ്ങനെ കൊണ്ട് ഒരുത്തനെടുത്ത് മാതിരി ഉണ്ട്. എൻ്റെ ടീം മൊത്തം വെക്കനെ പോയി ചാവുമാതിരി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് റാങ്ക് കുറയുന്നത്. അതുകൊണ്ട് ഒരുത്തനും ഉണ്ടാവണം, എല്ലാവരും ഉണ്ടാവണം. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കഷ്ടം നോക്കണം. ഞാൻ പിന്നെ റൂഫ് കയറി. അപ്പോഴും ആരും കണ്ടില്ല. അപ്പം അവനെ റിവൈവ് ആക്കി വിട്ടു. ഗ്ലൂ ആയിട്ടിന് നേരെ കവർ കയറിയപ്പോൾ അവൻ എന്നെ അടിച്ച്. അവൻ്റെ ഗ്ലൂ ആയിട്ടിട്ട് ഒരുത്തനെ അടിച്ച് പൊട്ടിച്ച്. ഒരുത്ത എംബേറ്റിങ് കൊണ്ടുവന്ന് അവനെ അടിച്ചു കൊന്നു. അടുത്തവനും വന്ന് അവനെ അടിച്ചു കൊന്നു. അപ്പോൾ മറ്റവനെ റിവൈവ് ചെയ്ത് ഗൈസ്. എന്താ അവസ്ഥയാണ് നോക്കണേ. അവൻ ഇന്നെ ഓകിട്ട് കുത്തിയൊന്ന് മലറ്റി ഗൈസ്. എന്ത് ചെയ്യാന്ന് വന്ന് അവനെ ഓകിട്ടാൻ കുത്തി. മൂന്നാമത്തെ കളി വീണ്ടും ജയിസ് എടുക്കാന്ന് പറഞ്ഞ് വന്നപ്പോൾ അവിടെയും പോയി. അവിടെയാണ് എല്ലാം പോയി ചത്ത് ഗൈസ്. ഇത് ഞാനാണ് അറിയാം. എല്ലാം പോയി ചത്തു. ഞാനും പോയി ചത്ത്. ഞാൻ മാത്രമേ അത്യാവശ്യം കളിക്കുന്നുള്ളൂ. എന്തുവാ ഉണ്ടോ ആരും എനിക്ക് വരുന്ന ആരും നല്ല വയസ്സില്ല. നിർത്താനടിക്കാനും വന്നപ്പോൾ അവരും നടക്കില്ല. രണ്ടുപേരും ഇപ്പോൾ തന്നെ ഡൗണായി. അപ്പോൾ ഓറിയുണ്ട് അകത്ത് കയറിയിട്ട് ഒരുത്തനെ അടിച്ച് കൊന്നു. ഒരുത്തൻ എംബേറ്റിങ് കൊണ്ടുവന്ന് എന്നെ അടിച്ചു. അപ്പോൾ അവനൊരു 16 കൊടുത്തു. അടുത്തവനടിച്ചപ്പോൾ അവൻ എംബേറ്റി ഇട്ട് എന്നെ കുത്തി കൊന്നു ഗൈസ്. എന്തൊരവസ്ഥയാണ് നോക്കണേ. അവനെ കുത്തി കേസ്. അതിൻ്റെ ഇടയ്ക്ക് ഒടുക്കത്തൊരു ലാഗും. ഞാൻ അത് പറഞ്ഞൊരു M80 എടുത്ത് കളിക്കാമെന്ന് പറഞ്ഞ് നിന്ന് ഇത് കണ്ടിട്ടായി ഗൈസ്. എന്നെ ഉമ്മര് എന്തൊരു കുത്താണ്ട് ഗൈസ്. കുത്തുന്നേ ഒരു ഇതില്ലാതെ കുത്തുന്നു. ഞാനാണ് നേഴ്സിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരുത്തം ഇതിന് വന്നു. വെളി വന്നപ്പോൾ അടിക്കാമെന്ന് പറഞ്ഞ് നിന്ന് അടിച്ചപ്പോൾ വേറെ എടുത്ത് അടിച്ച്. അപ്പം ഞാൻ ഗ്ലൂ ഇട്ടു. പതുക്കെ മെഡടിച്ചപ്പം സൈഡിൽ കൂടെ ആൾ വരുമ്പോൾ നോക്കി. അപ്പോഴൊന്നും ആരെയും കണ്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു മിക്കവാറും അത് വഴി വരണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കവർ ചെയ്ത് നിന്നപ്പം ഒരുത്തൻ കയറി വന്നു. M80 ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പം ഡാമേജ് ഒട്ടും കയറുന്നില്ല. സാമനെ കുത്തി എന്ന് കൊന്നു. ഞാൻ എന്തറിയാൻ പറ്റും. അവസാനം ഞാൻ ചത്ത് ഗൈസ്. എന്തൊരവസ്ഥയാ നോക്കൂ ഗൈസ്. എന്നെ കാണുന്ന പോലും ഇല്ല. അവനെ ഇട്ട് കുത്തി എന്ത് കഷ്ടമാണെന്ന് തോന്നി. അവസാനം എല്ലാവരും ചത്തി. ഇവൻ മാത്രമായി. ഇവൻ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പിന്നെ മണ്ടേ കയറിയിട്ട് വലിയ രത്തിന് ഇതാക്കിയതാണ് ഗൈസ്. വെളിയിലോട്ടായിപ്പോയി. അവൻ ചാടി വന്നപ്പം അവന് നല്ല ഡാമേജ് കിട്ടി. കൊടുത്ത് അവൻ സ്മോക്ക് ഇട്ട്. എനിക്ക് അവനും അടിയുണ്ട്. ഓരോരുത്തന്മാർ വന്നു. ഇവനാണ് സോണിപ്പെട്ടെന്ന് ചത്ത് ഗൈസ്. അവസാനം ഞാൻ തോറ്റു.
ഇത്രയാണ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു 50 സബ്ബാകുമ്പോൾ എന്തായാലും ലൈവ് ഇടുന്നതായിരിക്കും.